ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ എയർബോൺ ആകും. ലാൻഡിങ് സമയത്ത് പൈലറ്റ് ലെഗ്സ് അപ്പ് പറയും. കാല് പൊക്കി തന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ ലാൻഡ് ചെയ്യും. ഞങ്ങൾ കാലിൽ എടുക്കും. അപ്പൊ ഈ സാധനം നേരത്തേക്ക് വീഴുന്ന ജസ്റ്റ് ക്ലോത്ത് ആണ്. അത് നമ്മള് കാല് ജസ്റ്റ് ഇങ്ങനെ ഈ ഹൈറ്റിൽ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മളൊരു കാല് താഴ്ത്ത നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ കയറുമ്പോ ഇങ്ങോട്ട് ബാക്കോട്ട് വലിക്കും. നമ്മൾ ആദ്യം നിൽക്കുമ്പോൾ ഇത് പ്രഷർ ആകുമ്പോഴത്തേനും ഒന്ന് വലിക്കും. എനിക്ക് അധികം സമയം വേണ്ട പെട്ടെന്ന്. മിഥുനാകുമ്പോ ഭാവി ആയോ സമയമായോ? അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? എയർപ്ലെയിൻ പോലെ തന്നെ ഇങ്ങനെ വലിക്കുമ്പോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇരിക്കരുത്. ഇരുന്ന് പോയാലോ? ഇരിക്കരുത്. ഇങ്ങനെ തന്നെ നിൽക്കാം. പിന്നെ ഇറങ്ങുന്ന സമയത്താണ് പിന്നെ സെറ്റ്. ഇങ്ങനെ പറക്കുമ്പോൾ കാലെങ്ങനെ വെക്കണ്ടത്? അത് ഇങ്ങനെ നമ്മള് അങ്ങനെ കാല് താഴത്തേക്ക് വെച്ചാൽ വെള്ളം കര കഴിഞ്ഞു. ഇനി വായുവാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേ ആയിട്ട് കരുതിയാണ്. ഇതാണെങ്കിൽ 3500 അടി ഉയരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വാഗമണിലെ ഈ പാരാഗ്ലൈഡിങ്. ഇതിന് പ്രത്യേകത വളരെ കൂൾ ക്ലൈമറ്റാണ്. വളരെ തണുത്ത കാറ്റ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. മൂന്നാർ കാണാം, ഇടുക്കി ഡാം കാണാം, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം. ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വാഗമൺ മാറുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും. ഇത് 3500 അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പേടിയുള്ള ആളുകൾ ദയവേത് വരരുത്. പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനുമാണ് ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത്. എന്തായാലും വലിയൊരു അനുഭവമാണല്ലോ, വലിയൊരു അനുഭവം.